എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു മുട്ടക്കുറുമയുടെ അതേ ടേസ്റ്റിൽ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കറിയെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിലെ തൈരാണ്. തൈര് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക. അധികം പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ അളവിലെ തൈരും കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6-7 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 7 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങിയെടുത്ത ഒരു മുട്ട ഓരോന്നും എടുത്തിട്ട് നമുക്കിതിലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ഒരു മുട്ടക്കുറുമയുടെ ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലൊരു കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ, ഓലിവ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ ഒരു നെയ്യ് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഓയിൽ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊരു ബേ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു കറുവപ്പട്ടയുടെ ഇലയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും ഇതൊരു 3 ഏലക്കായാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരുപാട് സവാള അങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള അത്യാവശ്യം ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഒരു സവാള അത്യാവശ്യം ഒന്ന് വാടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെയും സവാളയുടെയും ഒരു പേസ്റ്റാണ്. ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 5 മിനിറ്റോളം നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരും. അപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് അളവിൽ വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ചൂടായിട്ട് വരണം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കറിക്ക് അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ടാവും. പക്ഷെ ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. മുളക് പൊടിയേക്കാളും കുറച്ച് മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കറിയിലേക്ക് കാശ്മീരി മുളക് പൊടി മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എരിവങ്ങ് കൂടി പോകും. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി ഒന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്രേവി നോക്കുക. കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അത് ഒരു ഗ്രേവി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കസൂരി മേത്തി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതില്ലെങ്കിൽ മാത്രം മല്ലിയില ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു ഗ്രേവി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തേക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വീസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്രേവിയൊക്കെ ഒരു പച്ചച്ചവയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടും. ഇനി ഈ ഒരു കുക്കറിലല്ല നിങ്ങൾ ഈ ഒരു ഗ്രേവി ചെയ്യുന്നതെങ്കിൽ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ഗ്രേവിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 15 to 20 മിനിറ്റോളം തന്നെ നമ്മൾ ഒരു ഗ്രേവി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലല്ലാതെ പാനിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ആ ഒരു 15 to 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗ്രേവി റെഡിയായി കിട്ടും. ഇതിപ്പോൾ 2 വിസിൽ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് 2 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഗ്രേവി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓയിലൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ഗ്രേവി കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു പച്ചച്ചവയും തന്നെ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതുപോലൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഒരു പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാന് കയ്യിലെടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഇതൊന്ന് കറക്കി കൊടുക്കുക. ആ ഒരു മുട്ടയിലെല്ലാം തന്നെ ഒരു മസാല ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഇതൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. തീയെ നമ്മൾ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മുട്ടയിലെല്ലാം തന്നെ ഒരു മസാലയായി ഇതിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണിത്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കൊരു മുട്ടക്കുറുമ ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്രേവി നമ്മൾ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയും പൊറോട്ടയും പത്തിരി അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കുറുമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.